ഇങ്ങനെ ചെറുതായിട്ട് മടക്കി നമ്മളത് ഇങ്ങനെ വെച്ച് അടിക്കണം. ഒരേ ലെവലിൽ ഇങ്ങനെ അടിച്ച് പിന്നെ കട്ടിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ കട്ടിങ് വീഡിയോ ഇല്ല. സ്റ്റിച്ചിങ് വീഡിയോ മാത്രമാണ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ 4 സൈഡും നല്ലതായിട്ട് നല്ല നീറ്റായിട്ട് മടക്കി തയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചീത്ത വശത്തോട്ട് ഈ പീസ് നമ്മൾ വെച്ച് കൊടുക്കും. പീസിൻ്റെ അകത്തെ പീസൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് അടിച്ച് മറിച്ച് പോകുക, അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട. പക്ഷെ പൊങ്ങി നിൽക്കാതെ നമ്മൾ തയ്ക്കാം. തുടങ്ങാം. അരികെ ചേർന്ന് 4 ഇഞ്ച് ഇട്ട് നമ്മളത് തയ്ച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് അടിച്ച് തയ്ച്ചിട്ട് നമ്മളത് അതിൻ്റെ നല്ല ഭാഗത്തോട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്കതിനെ 4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കതിൻ്റെ നെക്ക് ഭാഗം വളരെ നീറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമുക്കത് വളരെ നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ കട്ട് ചെയ്യാനും തയ്ക്കാനും ഒക്കെ ഒരുപാട് സീക്രട്ട് ഫോർമുലകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ സിബ് വെക്കുന്ന ഒരു ഫ്രൂട്ട് നൈറ്റിയാണ് തയ്ക്കുന്നത്. നമ്മളിതിനകത്ത് വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് നമ്മളിതിൽ സിബ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു. നമ്മളിത് അടിച്ചെടുത്തു. പിന്നെ നമ്മളിതിൻ്റെ നടുഭാഗം നമ്മളിതിനെ കട്ട് ചെയ്ത ശേഷം നമ്മളിതിൽ സിബ് ചെയ്യാൻ പോവാണേ. എല്ലാവരും നോക്കി വെക്കുക സിബ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന്. ഈ മൂലയൊന്ന് മടക്കി ഇതൊന്ന് മുടക്കി ഇങ്ങോട്ട് വെച്ചു. ഇത് എളുപ്പ വഴിയുള്ള സിബ് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സിബിൻ്റെ നേരെ കൊണ്ടൊന്ന് കുത്തി നിർത്തും. നമ്മൾ വീണ്ടും ഇതിനെ അടിച്ച് ആ സിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തോടെ അടിച്ചുകൊണ്ട് വരാവേ. ഇനി നമ്മളിതിനൊരു പടി പിടിപ്പിക്കാൻ പോകാം. ആ പടി പിടിപ്പിക്കാൻ നമ്മൾ രീതിക്ക് എടുക്കണം. ഇത്രയൊക്കെ മതിയോ? അതിനുശേഷം ഇതിനെ നമ്മൾ ഈ 2ആയിട്ട് മടക്കി ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പടി നമ്മളെടുക്കും. അതിനുശേഷം ഈ പടി നമ്മൾ ഇതിലേക്ക്
വെച്ച് പിടിപ്പിക്കും. ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല, നൂല് മാറണം കേട്ടോ. നൂല് മാറിയില്ലെങ്കിൽ നമ്മളെ നൂലിൻ്റെ കളറ് ചേഞ്ച് ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ നൂല് മാറട്ടെ. പോക്കറ്റിന് ഫ്രണ്ടിൽ പട്ട ഈ ഒരു സാധനം വെക്കണം. അറിയാൻ വയ്യാത്തവരൊക്കെ നോക്കിക്കോണം എങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്ന്. ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ തുമ്പോട് ചേർത്ത് ഇങ്ങനെ വെക്കുക. അത് നമ്മളിത് ഭംഗി കിട്ടാൻ വേണ്ടി അതിന് ഒരേ വലുപ്പത്തിൽ ഒരു പൈപ്പിന് പോലെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് അടിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഈ നീണ്ടു നിൽക്കുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ഇതും കട്ട് ചെയ്ത് സുന്ദരമാക്കി കേട്ടല്ലോ. എന്നിട്ടാണ് നമ്മൾ ഇത് പോക്കറ്റ് വരെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ നൂല് മാറിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരു പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോക്കറ്റ് വെക്കാം. പോക്കറ്റ് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി അതിനെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തി അതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി നമ്മളൊരു ചതുര പോക്കറ്റാണ് എടുക്കുന്നതിന് ഇങ്ങനെ. അപ്പോൾ പോക്കറ്റ് വെക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഇത് നോക്കി അങ്ങ് പോക്കറ്റ് വെച്ചോണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇത് തിരിച്ചിങ്ങോട്ടും കൂടെ മടക്കുക. ഇവിടെ വരെ കൊണ്ടുവരിക. കേട്ടിട്ട് അങ്ങടിച്ച് കഴിഞ്ഞ് നമ്മുടെ പോക്കറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പടി അങ്ങ് പിടിപ്പിക്കാം. ഇങ്ങനെ പടി അങ്ങ് പിടിപ്പിക്കാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കുക. കറക്റ്റ് ഇങ്ങോട്ട് ചേർത്ത് വെക്കുക. കേട്ടിട്ടങ്ങ് തുടങ്ങുക. കറക്റ്റ് ലെവലിൽ തെന്നിപ്പോകാതെ നമ്മൾ പടി പിടിപ്പിക്കും. നേരെ അവിടെ വരെ വരിക. സിപ്പിൻ്റെ അടിച്ച് വരെ വരിക. അതിനുശേഷം കൂടുതലുള്ള ഭാഗം നമ്മളൊന്ന് വെട്ടിക്കളയും. അത് കഴിഞ്ഞ് ഇതിൻ്റെ തുമ്പ് നമ്മൾ ഇങ്ങോട്ട് മടക്കി വെക്കും. അതിനുശേഷം ഇത് തിരിച്ചിങ്ങോട്ട് എടുക്കുക. മൂലയ്ക്ക് കൊണ്ട് കുത്തുന്നു. അതിനുശേഷം വീണ്ടും അത് തിരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തയ്ക്കുക. കേട്ടിട്ട് അത്രയേ ഉള്ളൂ പടി പിടിപ്പിക്കുന്നത്. കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പടി പിടിപ്പിച്ചു. ഇനി നമുക്ക് ഫ്രില്ല് പിടിപ്പിക്കാൻ അറിയാത്തവർ അത് നമ്മൾ പഠിപ്പിക്കുക. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഫ്രില്ലടിക്കുന്നത് എങ്ങനെയാണ്, എത്ര വീതി, നീളം, ഒട്ടും അറിയാത്തവർ അവർ ചോദിച്ചാൽ മതി കേട്ടോ. അവർ പറഞ്ഞു തരാവേ എന്തൊക്കെ ചെയ്യണം, ഫ്രില്ലിന് നീളം കൂടിയാൽ അതെവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്ത കൂട്ടുകാർ കമൻറ്റ് ചോദിച്ചോളൂ. നമ്മുടെ ഫ്രില്ല് പിടിപ്പിച്ചു. ഇങ്ങനെയുണ്ട്. നമ്മുടെ ഫ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടും അടിപൊളിയായില്ലേ? ഇനി മൊത്തം അപ്പോൾ ബാക്ക് തയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ബാക്ക് ഒട്ടുമിക്കവർക്കും അറിയാമല്ലോ. അപ്പം ബാക്ക് തയ്ക്കാൻ അറിയാൻ വയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ബാക്ക് തയ്ക്കുന്നതും കാണിക്കാതെ. എന്നിട്ട് നമ്മളിത് മൊത്തം തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഫൈനൽ ലുക്ക് നമ്മുടെ ഫ്രോക്കിനായിരിക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.